ഫസ്റ്റ് പാർട്ടി റിസപ്ഷന് ശേഷം തിരിച്ചു പോവുകയാണ്. 15 മിനിറ്റിനുള്ളിൽ നമുക്ക് റിലീവ് ചെയ്യാൻ കഴിച്ചു. താങ്ക് യു വെരി മച്ച്. വടകര താലൂക്കിലെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിലെ പോളിംഗ് സാമഗ്രികൾ വിതരണ കേന്ദ്രങ്ങളിൽ തിരികെ എത്തിച്ചു തുടങ്ങി. രാത്രി 7 മണിയോടുകൂടിയാണ് വടകര, കുറ്റ്യാടി, നാദാപുരം മണ്ഡലങ്ങളിലെ സാമഗ്രികൾ വിതരണ കേന്ദ്രങ്ങളിൽ എത്തിച്ചത്. 3 മണ്ഡലങ്ങളിലെ 662 ബൂത്തുകളിൽ നിന്നുള്ള സാമഗ്രികളാണ് കേന്ദ്രങ്ങളിൽ എത്തിയത്. കുറ്റ്യാടി മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികൾ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലും, വടകരയിലേത് മടപ്പള്ളി കോളേജിലും, നാദാപുരത്തേത് മടപ്പള്ളി ഗേൾസിലുമാണ് തിരികെ എത്തിച്ചു തുടങ്ങിയത്. ഇവ പരിശോധനകൾക്ക് ശേഷം കൗണ്ടിംഗ് കേന്ദ്രമായ മടപ്പള്ളി കോളേജിൽ എത്തിക്കും. നമ്മുടെ മണ്ഡലത്തിലെ 222 ബൂത്തുകളിൽ നിന്നുള്ള പോളിംഗ് സാമഗ്രികൾ മുഴുവനായിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും. 22 സെക്ടറുകളിലായിട്ടാണ് നമ്മൾ ഇത്രയും അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തത്. പൊതുവെ സമാധാനപരമായിട്ടാണ് ഇലക്ഷൻ പൂർത്തിയാക്കാൻ സാധിച്ചത്. കൗണ്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് നാളെ മുതൽ വരുന്നത്. അതിൻ്റെ സ്റ്റോറേജും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് മടപ്പള്ളി കോളേജിലാണ് കൗണ്ടിംഗ് സെന്റർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് പൂർണ്ണമായിട്ടും കൗണ്ടിംഗ് സെന്ററിലേക്ക് ഇത് നമ്മൾ എല്ലാ മെറ്റീരിയൽസ് മാറ്റുകയാണ്. അപ്പോൾ തുടർന്ന് അങ്ങോട്ട് സേഫ്റ്റി, സെക്യൂരിറ്റി എല്ലാം തന്നെ അവിടെ ആയിരിക്കും. ഏകദേശം 1000-ലധികം ഉദ്യോഗസ്ഥന്മാർ ഡയറക്റ്റ് ആയിട്ട് ഡ്യൂട്ടിയിൽ ഉൾപ്പെടുകയും അതോടൊപ്പം തന്നെ റിസർവിലുള്ള ആൾക്കാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഇലക്ഷൻ പ്രോസസ്സ് പൂർത്തീകരിച്ചത്. നമുക്ക് 1-2 പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത് ഈ മെഷീനുമായിട്ട് ബന്ധപ്പെട്ട ഒരു 10-12 മെഷീൻസിന് സ്വാഭാവികമായിട്ടും വലിയൊരു ഇഷ്യൂ അല്ലെങ്കിൽ പോലും ഏതാനും മെഷീനുകൾ നമുക്ക് മാറ്റേണ്ടി വന്നു, റീപ്ലേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ചിലതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ചില എററുകളൊക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമെടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ടൈം ലാപ്സ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഏതാനും ബൂത്തുകൾ, വളരെ വിരലിലെണ്ണാവുന്ന ബൂത്തുകളിൽ 6 മണിക്ക് കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു. മാക്സിമം ക്യൂ വന്നിരിക്കുന്ന ഒരു ബൂത്തിലാണ് 208ഓളം പേരുണ്ടായിരുന്നു. ബാക്കിയൊക്കെ 100-നടുത്തുള്ള, അതൊക്കെ ഏകദേശം ആ 208 മാത്രമാണ് ഇപ്പം കുറച്ച് ലേറ്റ് ആകാൻ സാധ്യത. ബാക്കിയെല്ലാം തന്നെ പൂർണ്ണമായിട്ട് ഇവിടെ എത്തും. അത് പെട്ടെന്ന് ഇത് റീഅറേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ റിസർവിലുള്ള സ്റ്റാഫിനെ ഇവിടെ 30ഓളം പേര് നമ്മൾ ഈ പറഞ്ഞ കൂടുതൽ ആൾക്കാർ ക്യൂവിലൊക്കെയുള്ള ബൂത്തുകളിലേക്ക് നമ്മൾ ആദ്യമേ അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയോടുകൂടി നമ്മൾ ഡിപ്ലോയ്മെന്റ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റാഫിനൊക്കെ അവിടെ എത്തിക്കുകയും മറ്റു സ്റ്റാഫിൻ്റെ കൂടെ ഇവരൊരു അഡീഷണൽ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ അവർ പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പുറകെ കാണുന്ന ഈ ബൂത്തിൽ 6 മണിക്ക് ഏകദേശം 45 പേരോളം ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ തന്നെ അത് പൂർത്തീകരിക്കാം. അപ്പം നമ്മൾ അഡീഷണൽ സ്റ്റാഫിനെ അവിടെ ഇട്ടു. ഉച്ചക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, വൈകുന്നേരം ഒരാളെയും കൂടി ഇട്ടതിന് ശേഷം പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പൊതുവെ നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ വടകര താലൂക്കിൻ്റെ കീഴിൽ 3 മണ്ഡലങ്ങളാണ് ഉള്ളത്. 3 മണ്ഡലങ്ങൾക്കുള്ള 662 ബൂത്തുകളിലേക്കുള്ള സാധനം നമ്മൾ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 662 ബൂത്തുകളിൽ ഈ ബൂത്തുകളിലേക്കുള്ള വാഹനങ്ങളും തഹസിൽദാർ എന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്ത്, അതായത് ജില്ലാ ഇലക്ഷൻ ഓഫീസറുടെ ഉത്തരവോടുകൂടി തഹസിൽദാർ എന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സെക്ടർ ഓഫീസർമാർക്കുള്ള വാഹനങ്ങളും അറേഞ്ച് ചെയ്ത് തഹസിൽദാർ എന്ന രീതിയിലാണ്. അപ്പോൾ ഈ രീതിയിൽ ഈ ഇലക്ഷൻ വളരെ മെച്ചപ്പെട്ട രീതിയിൽ നടത്തുന്നതിന് വേണ്ടി എല്ലാ ഭാഗത്തുനിന്നും, താലൂക്കിലെ ജീവനക്കാരുടെ ഭാഗത്തുനിന്നും അതുപോലെ റിട്ടേണിംഗ് ഓഫീസർ ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഇന്ന് ഒരു 11 മണിക്കൂർ കൂടി പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് നമ്മുടെ മടപ്പള്ളി കോളേജിലേക്ക് മാറ്റുന്ന സംവിധാനം ഒരുക്കുന്നതാണ്. മെയ് 4-ന് നടക്കുന്ന വോട്ടെണ്ണൽ ദിനം വരെ ഇവ അതീവ സുരക്ഷയോടെ ഇവിടെ സൂക്ഷിക്കും. ന്യൂസ് ബ്യൂറോ, മീഡിയ, വടകര. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.